ഓക്കെ, നമസ്കാരം. ചാപ്റ്റർ 3-ൻ്റെ 3-ാമത്തെ ക്ലാസ്. 2-ാമത്തെ ക്ലാസ്സിൽ കുടുംബം എന്ന സാമൂഹ്യ സ്ഥാപനത്തിനെ കുറിച്ച് പഠിച്ചു. ഫാമിലി ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ മാരേജ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. വിവാഹം എന്ന സാമൂഹ്യ സ്ഥാപനം. വിവാഹത്തിൻ്റെ ഡെഫിനിഷൻ നിർവചനം നമ്മൾ അടുത്ത പേജിൽ പഠിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മളത് ഇവിടെ പറയുന്നില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാം, വിവാഹം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള വിവാഹം എന്ന് പറഞ്ഞാൽ ഒരാണ് ഒരു പെണ്ണിനെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കല്യാണം കഴിക്കുന്നു, അല്ലേ? കല്യാണം കഴിച്ച് പെണ്ണ് ചെറുക്കൻ്റെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് പോകുന്നു, അല്ലെങ്കിൽ ചിലപ്പം പെണ്ണ് കല്യാണം കഴിച്ച് പെണ്ണിൻ്റെ വീട്ടിലേക്കും പോകാം. അങ്ങനെ വിവാഹം കഴിച്ച് ഒരു കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തിലേക്ക് പോകുന്നു. അങ്ങനെ വിവാഹം കഴിക്കുന്നതിന് ചില ലക്ഷ്യങ്ങളുണ്ട്, ചില ധർമ്മങ്ങളുണ്ട്. സമൂഹം ആ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിവാഹം കഴിപ്പിച്ച് വിടുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളിലേക്ക്, നിർവചനത്തിലേക്കൊക്കെ പോകുന്നത് തൊട്ടടുത്ത പേജുകളിലായിരിക്കാം. ഇവിടെ നമ്മൾ വിവാഹത്തിന് പല രൂപങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. വിവാഹത്തിൻ്റെ ടൈപ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാരേജ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിവാഹത്തിന് പല രൂപങ്ങളുണ്ട്. പങ്കാളികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹത്തിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. മാരേജിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏകവിവാഹം അഥവാ മോണോഗമി, മോണോ മീൻസ് ഏക, സിംഗിൾ. ബഹുവിവാഹം മീൻസ് പോളിഗമി, പോളി മീൻസ് മെനി. അപ്പോൾ പങ്കാളികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹത്തിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഏകവിവാഹമെന്നും ബഹുവിവാഹമെന്നും, മോണോഗമി ആൻഡ് പോളിഗമി. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും അടുത്ത് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാം. വിവാഹത്തിന് പല രൂപങ്ങളുണ്ട്. ഒന്നാമത്തത് പങ്കാളികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹത്തിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തത് എന്താണെന്ന് നോക്കാം. വിവാഹത്തിനകത്തുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ, നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവാഹത്തിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അത് എൻഡോഗമി എന്നും എക്സോഗമി എന്നും പറയുന്നു. എൻഡോഗമി ആൻഡ് എക്സോഗമി, അത് വിവാഹത്തിലെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വിവാഹ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹത്തിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സ്വഗണ വിവാഹവും ബഹിർഗണ വിവാഹവും, എൻഡോഗമി ആൻഡ് എക്സോഗമി. അത് അടുത്ത പേജിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഒന്നാമത്തത് നോക്കാം. അപ്പോൾ വിവാഹത്തിന് പങ്കാളികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. വിവാഹത്തിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും വിവാഹത്തിന് നമ്മൾ രണ്ട് തരം വിവാഹങ്ങളാണ് കാണപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ പങ്കാളികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകവിവാഹമെന്നും ബഹുവിവാഹമെന്നും 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. നല്ല എളുപ്പമുള്ള ഭാഗങ്ങളാണിത്, എല്ലാവർക്കും അറിയുന്നതുമൊക്കെയാണ്. അപ്പോൾ ഏകവിവാഹം അഥവാ മോണോഗമി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത്തരത്തിലുള്ള വിവാഹത്തിൽ ആ ഏകം എന്ന പദത്തിനകത്ത് തന്നെയുണ്ട് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ വിവാഹം കഴിക്കുന്ന രീതിയാണ്. നമ്മളിപ്പോൾ സാധാരണ സമൂഹത്തിൽ കാണപ്പെടുന്ന ഒരു വിവാഹ രീതിയാണ് ഏകവിവാഹം എന്ന് പറയുന്നത്. സമൂഹം പൊതുവെ അംഗീകരിച്ചിട്ടുള്ള ഒരു വിവാഹ രീതിയാണ് ഏകവിവാഹം എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിലൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഏകവിവാഹം മാത്രമേ പാടുള്ളൂ. മോണോഗമിയാണ് ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയീസ് ഫോളോ ചെയ്യേണ്ട വിവാഹ രീതി എന്ന് പറയുന്നത്. ഗവൺമെൻറ് ജോലിക്കാർ ഒന്നിലധികം പങ്കാളികൾ ഉണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. അപ്പോൾ ഏകവിവാഹം പൊതുവെ അംഗീകരിച്ചിട്ടുള്ള ഒരു വിവാഹ രീതിയാണ്. എന്താണ് ഏകവിവാഹം? ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ വിവാഹം കഴിക്കുന്ന രീതി. അതായത് ഒരു സമയം ഒരു പുരുഷൻ ഒരു പങ്കാളി, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പങ്കാളി മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ്. പൊതുവേ നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്ന വിവാഹ രീതിയാണ് ഏക വിവാഹം അഥവാ മോണോഗമി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? മോണോഗമി ഈസ് എ ഫോം ഓഫ് മാരേജ് ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഈസ് പെർമിറ്റഡ് ടു ഹാവ് വൺ സ്പൗസ് അറ്റ് എ ടൈം. സ്പൗസ് എന്ന് പറഞ്ഞാൽ പങ്കാളി എന്നുള്ളതാണ്. ഒരാൾക്ക് ഒരു സ്പൗസിന് മാത്രം ഒരു സമയം വയ്ക്കാൻ പറ്റൂ എന്ന് പറയുന്ന വിവാഹ രീതിയാണ് ഏകവിവാഹം എന്ന് പറയുന്നത്. ഇനി ഈ ഏകവിവാഹത്തിനകത്ത് തന്നെ ഏകവിവാഹത്തിൻ്റെ തന്നെ ഒരു തരമാണ് നമ്മൾ സാധാരണ സമൂഹങ്ങളിൽ കാണപ്പെടുന്ന ഒരു വിവാഹ രീതിയാണ്
അനുക്രമ ഏക വിവാഹം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിനെ സീരിയൽ മോണോഗമി എന്ന് പറയും. സീരിയൽ മോണോഗമി, അതായത് സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രമത്തിൽ 1, 2, 3 അങ്ങനെ. അപ്പോൾ 1 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 3 അങ്ങനെയാണ്. അപ്പോൾ സീരിയൽ മോണോഗമി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വിവാഹം കഴിച്ചു, നമ്മുടെ പങ്കാളി മരണപ്പെട്ടു എങ്കിൽ നമുക്ക് വീണ്ടും പിന്നെ വിവാഹം കഴിക്കാം. അങ്ങനെ വിവാഹം കഴിക്കുന്നതിനെയാണ് അനുക്രമ ഏക വിവാഹം എന്ന് പറയുന്നത്, സീരിയൽ മോണോഗമി. അപ്പോൾ പങ്കാളി ഒന്നീ മരണപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ പങ്കാളി വിവാഹമോചനം നേടി പോകുന്നു. നിയമപരമായി വിവാഹമോചനം നേടിപ്പോയാലും നമ്മൾ വീണ്ടും വിവാഹം കഴിച്ചാൽ അതും ഏകവിവാഹത്തിൻ്റെ ഒരു രൂപമാണ്. അതിൻ്റെ പേരാണ് അനുക്രമ ഏക വിവാഹം, സീരിയൽ മോണോഗമി എന്ന് പറയുന്നു. ഒരു പങ്കാളി മരണപ്പെട്ടാൽ വിവാഹമോചനം അല്ലെങ്കിൽ വിവാഹമോചനം നേടിയാൽ വീണ്ടും വിവാഹം കഴിക്കുന്ന രീതിയാണ് അനുക്രമ ഏക വിവാഹം എന്ന് പറയുന്നത്. ഒരു ബെസ്റ്റ് ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ സിനിമാ നടൻ ദിലീപിൻ്റെ വിവാഹം ഇല്ലേ, ആദ്യം മഞ്ജു വാര്യരെ കല്യാണം കഴിച്ചു, എന്നിട്ട് വിവാഹമോചനം നേടി മഞ്ജു വാര്യരിൽ നിന്നും കാവ്യ മാധവനെ കല്യാണം കഴിച്ചു. കാവ്യ മാധവനും അതുപോലെ തന്നെ ഭർത്താവിൽ നിന്നും വിവാഹമോചനം നേടി. അപ്പോൾ ഇപ്പം ഉള്ള സമയത്ത് അവർ ഒരു പങ്കാളിയേ ഉള്ളൂ. അത് കാരണം അത് ഏകവിവാഹമാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന പങ്കാളി ചിലപ്പോൾ മരണപ്പെടാം, അല്ലെങ്കിൽ വിവാഹമോചനം നേടിയിരിക്കാം. അപ്പോൾ അനുക്രമ ഏകവിവാഹം എന്ന് പറയുന്നത് ഏകവിവാഹത്തിൻ്റെ ഒരു തരമാണ്. ഒരു പങ്കാളി മരണപ്പെട്ടാൽ അല്ലെങ്കിൽ വിവാഹമോചനം നേടിയാൽ വീണ്ടും വിവാഹം കഴിക്കുന്ന ഒരു ഏകവിവാഹ രീതിയാണ് അനുക്രമ ഏകവിവാഹം എന്ന് പറയുന്നത്. വെൻ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഫസ്റ്റ് സ്പൗസ് എന്ന് പറയുമ്പോൾ പങ്കാളി, ഓർ ആഫ്റ്റർ ഡൈവോഴ്സിങ് ഫസ്റ്റ് വൺ ക്യാൻ മാരി എഗെയിൻ. ഡൈവോഴ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ സ്പൗസ്. This is called serial monogamy. This is a form of monogamous marriage. ഇത് മോണോഗമസ് മാരേജ് ഏകവിവാഹത്തിൻ്റെ ഒരു തരമാണ് എന്നുള്ളതാണ്. ഇനി ഇത്തരത്തിലുള്ള വിവാഹമോചനം നേടിയിട്ട് വീണ്ടും വിവാഹം കഴിക്കാനൊക്കെയുള്ള പെർമിഷൻ പണ്ട് കാലത്ത് പുരുഷന്മാർക്ക് അനുവദനീയമായിരുന്നു. ഇപ്പോൾ പോലും ഇത്തരത്തിൽ ഒരു പങ്കാളി മരണപ്പെട്ടാൽ സ്ത്രീകൾ വീണ്ടും വിവാഹം കഴിക്കുന്ന ഒരു ടെൻഡൻസി നമുക്ക് കുറവാണ്. പഴയ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉയർന്ന ജാതികളിലെ ഹിന്ദു സ്ത്രീകൾ പുനർവിവാഹം ചെയ്തിരുന്നില്ല, പക്ഷെ പുരുഷന്മാർക്ക് ഇത് അനുവദനീയമായിരുന്നു. സീരിയൽ മോണോഗമി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അനുക്രമ ഏക വിവാഹം എന്ന് പറയുന്നത് ഉയർന്ന ജാതിയിലെ പുരുഷന്മാർക്ക് മാത്രം അനുവദനീയമായിരുന്നു. ഹിന്ദു വിഭാഗങ്ങളിൽ സ്ത്രീകൾക്ക് പുനർവിവാഹം അനുവദിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി നിലവിൽ ഇന്ത്യയിലെ സ്ത്രീകളിൽ 10%, ഇന്ത്യയിലെ ആകം സ്ത്രീകളിൽ 10% ഇന്നും വിധവകളാണ്. അതുപോലെ സ്ത്രീകളിൽ 50 വയസ്സിന് മുകളിൽ 55%, അതായത് 100 സ്ത്രീകൾ 50 വയസ്സിന് മുകളിലുള്ളതിൽ 55%, 55ഓളം സ്ത്രീകൾ ഇന്നും ഭർത്താവ് മരിക്കുകയോ വിവാഹമോചനം നേടുകയോ ചെയ്താലും ഇന്നും അവർ വീണ്ടും വിവാഹം കഴിക്കാതെ വിധവകളായി തന്നെ കഴിയുന്നു. അപ്പോൾ ഈ ഒരു ശതമാനം ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കാം. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? അനുക്രമ ഏക വിവാഹം പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞു പുനർവിവാഹം പുരുഷന്മാർക്ക് അനുവദനീയമായിരുന്നു. പണ്ട് ഉയർന്ന ജാതിയിലെ ഹിന്ദു സ്ത്രീകൾക്ക് പുനർവിവാഹം അനുവദിച്ചിരുന്നില്ല. റീമാരേജസ് were permitted to men, but among upper caste Hindu widows remarriages were not common. ഇനി നമ്മൾ ഒരു കണക്ക് പറയുകയാണ് ചെയ്യുന്നത്. എന്താണ് നമ്മുടെ കണക്ക്? ഇന്ത്യയിൽ ഇപ്പോഴുള്ള സ്ത്രീകളിൽ 10% സ്ത്രീകൾ വിധവകളാണ്, വിഡോസ് ആണ്. 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിൽ 55% വിധവകളാണ്. ഈ 10% എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 25 വയസ്സ് മുതലുള്ളതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 50 വയസ്സിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ സ്ത്രീകൾ വീണ്ടും വിവാഹം കഴിക്കുവാൻ പോകുന്നില്ല. 55% ഇന്നും വിധവകളാണ് എന്നാണ് പറയുന്നത്. ഇനി അപ്പൊ ഏകവിവാഹം കഴിഞ്ഞു. രണ്ടാമത്തെ എന്താണ്? ബഹുവിവാഹമാണ്. പോളിഗമി എന്ന് പറയും. പോളി മീൻസ് മെനി, ഗമി മീൻസ് ഫ്യൂഷൻ അല്ലെങ്കിൽ കൂടിച്ചേരൽ. അപ്പം ഒരുപാട് പേരുടെ കൂടിച്ചേരൽ എന്നതിലാണ് ഈ ബഹുവിവാഹം എന്ന് വന്നിരിക്കുന്നത്. ബഹുവിവാഹം എന്നാൽ ആദ്യം അത് എന്താന്ന് നമുക്ക് നോക്കാം. ഒരു വ്യക്തി ഒന്നിലധികം വിവാഹം ഒരേ സമയം കഴിക്കുന്ന സമ്പ്രദായമാണിത്. ഒരു വ്യക്തി ഒന്നിലധികം വിവാഹം ഒരേ സമയം കഴിക്കുന്ന സമ്പ്രദായമാണ്. ഏകവിവാഹത്തിൽ ഒരേ സമയം ഒരു പങ്കാളിയെ പാടുള്ളൂ. മനസ്സിലായല്ലോ? ഒരു സമയം ഒരു പങ്കാളിയെ പാടുള്ളൂ. ഇപ്പൊ ദിലീപനും കാവ്യ മാധവനും
രണ്ടുപേരും വിവാഹമോചനം നേടിയിരിക്കുവാണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ അവർ അനുക്രമ ഏക വിവാഹമാണ്. പക്ഷേ ഈ ഒരു സമയത്ത് അവർക്ക് ഒരു പങ്കാളി മാത്രമേ ഉള്ളൂ. ബഹുവിവാഹം അങ്ങനെയല്ല, ഒന്നിലധികം പങ്കാളികളെ നമുക്ക് ഒരു സമയം അനുവദനീയം ആണ്. ഓക്കെ, ബഹുവിവാഹത്തിനൊരു ഉദാഹരണം പറയാം. ആദ്യം അതിൻ്റെ തരങ്ങൾ പറഞ്ഞിട്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ഇനി ബഹുവിവാഹം തന്നെ 2 തരമുണ്ട്, ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും. പോളിഗൈനി എന്നും പോളി ആൻഡ്രി എന്നും ഇംഗ്ലീഷിൽ പറയും. പോളിഗൈനി ആൻഡ് പോളി ആൻഡ്രി, ബഹുഭാര്യത്വം ബഹുഭർത്തൃത്വം. അതെന്താന്ന് നോക്കാം. ആദ്യത്തത് പോളിഗൈനി അഥവാ ബഹുഭാര്യത്വം. ഇതിൽ ഒരു പുരുഷൻ ഒരേ സമയം 2 അതിലധികമോ ഒരു പുരുഷന് ഒരേ സമയം 2 അതിലധികമോ ഭാര്യമാർ ഉണ്ടായിരിക്കുന്ന സമ്പ്രദായമാണ് ബഹുഭാര്യത്വം. ബഹു എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭാര്യകൾ എന്നതാണ് ബഹുഭാര്യത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം തിരിഞ്ഞു പോകരുത് കേട്ടോ. ബഹു എന്ന് പറഞ്ഞാൽ ബഹുജനം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ജനങ്ങൾ എന്നുള്ളത്. അപ്പം ബഹു മീൻസ് ഒരുപാട് ഭാര്യമാരാണ് ബഹുഭാര്യത്വം അഥവാ പോളിഗൈനി. ഇംഗ്ലീഷുകാരെ ഗൈനി എന്നുള്ള പദം ഓർത്തു വയ്ക്കുക. നമ്മൾ ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ ഗൈനക്കോളജി ആശുപത്രിയിലേക്ക് ആരാണ് പോകുന്നത്? പുരുഷന്മാരാണോ പോകുന്നത്? അല്ല, അല്ലേ? സ്ത്രീകളാണ് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നത്. അപ്പോൾ പോളിഗൈനി എന്ന് പറഞ്ഞാൽ പോളി മീൻസ് മെനി ലേഡീസ് എന്നുള്ള അർത്ഥമാണ് പോളിഗൈനി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. GYNY. ഓക്കെ, അപ്പോൾ അതാണ് ബഹുഭാര്യത്വം. എന്താണ്? ഒരു പുരുഷന് 2 അതിലധികമോ ഭാര്യമാര് ഒരേ സമയമുള്ള ഒരു വിവാഹ രീതിയാണ് എന്ത്? പോളിഗൈനി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എന്തായിരുന്നു? ബഹുവിവാഹം 2 തരം, ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും. പോളി ആൻഡ്രി എന്ന് പറയും. ഇത് ഇനി ഇംഗ്ലീഷുകാർ ഓർത്തു വയ്ക്കേണ്ട എങ്ങനെയാണെന്നറിയോ? പോളി മെനിയാന്നറിയാം. ആൻഡ്രി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങൾ ഇപ്പോൾ ഹൈബിസ്കസ് അല്ലെങ്കിൽ ഹിബിസ്കസ് പ്ലാന്റിൻ്റെ സ്ട്രക്ചർ, ഫ്ലവറിൻ്റെ ഒക്കെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻഡ്രീഷ്യം എന്ന് പറയുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആൻഡ്രി മീൻസ് മെൻ, പോളി മീൻസ് മെനി. അപ്പോൾ പോളിയാൻഡ്രി മെനി മെൻ എന്നുള്ളതാണ്. ബഹുഭർത്തൃത്വം, ഒരുപാട് ഭർത്താക്കന്മാർ. ഒരു സ്ത്രീക്ക് ഒരേ സമയം 2 അതിലധികമോ ഭർത്താക്കന്മാരുണ്ടായിരിക്കുന്ന സമ്പ്രദായമാണ് ബഹുഭർത്തൃത്വം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന് രണ്ടിനും ഉദാഹരണങ്ങൾ നമുക്ക് ജസ്റ്റ് ഒരു രസത്തിന് ഉദാഹരണം നമുക്ക് ചോദിക്കുന്നില്ല എങ്കിലും നമുക്കൊന്ന് രസത്തിന് നോക്കാം. ബഹുഭാര്യത്വത്തിന് ഉദാഹരണം ഒന്ന് കണ്ടുപിടിക്കുക നിങ്ങൾ. ഒത്തിരി ക്ലാസിക്കൽ സ്റ്റോറീസും അല്ലെങ്കിൽ യഥാർത്ഥ ജീവിതത്തിലുമൊക്കെ ബഹുഭാര്യത്വം ഉള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ഒരു പ്രത്യേക മതവിഭാഗം ബഹുഭാര്യത്വത്തിന് അനുവദിക്കുന്നുമുണ്ട്. ഏത് മതവിഭാഗമാണത്? മുസ്ലിങ്ങളുടെ ഇടയിൽ ബഹുഭാര്യത്വം അനുവദനീയമാണ്, അല്ലേ? ഇപ്പം നമുക്കറിയാം, ഒരു യൂട്യൂബറായിട്ട് ഒരു ബഷീർ ബാക്ഷി എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർ ഉണ്ട്. അയാൾക്ക് 2 ഭാര്യമാരാണുള്ളത്, സുഹാനയും മഷൂറയും, അല്ലേ? അപ്പോൾ മുസ്ലിമാണ്. മുസ്ലിങ്ങൾ ചില സ്ഥലങ്ങളിൽ ബഹുഭാര്യത്വം അനുവദിക്കുന്നുണ്ട്. ഇനി ബഹുഭർത്തൃത്വം എന്ന് പറയുമ്പം ഒരു സ്ത്രീക്ക് ഒരേ സമയം 2 അതിലധികമോ ഭർത്താക്കന്മാർ. ഇത്തരത്തിൽ ബഹുഭർത്തൃത്വമുള്ള ചില ഗോത്ര വിഭാഗക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, അതിന് കാരണം എന്തെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് ചിലപ്പോൾ ഇങ്ങനെ ബഹുഭർത്തൃത്വവും ഭാര്യത്വവും ഉണ്ടാകുന്നതിന് ചില പ്രത്യേക കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഗോത്ര വിഭാഗക്കാരുടെ ഇടയിലൊക്കെ ചിലപ്പം സ്ത്രീകളുടെ എണ്ണം കുറവായിരിക്കും. പുരുഷന്മാർ ഒരുപാടുണ്ട്, സ്ത്രീകൾ കുറവാണ്. അപ്പോൾ എല്ലാ പുരുഷന്മാർക്കും കല്യാണം കഴിക്കാൻ പെണ്ണുങ്ങളെ കിട്ടാതെ വരുമ്പോഴൊക്കെ ആ സ്ഥലത്ത് ഇത്തരത്തിൽ ബഹുഭർത്തൃത്വം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവാഹ രീതികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനൊരു ഉദാഹരണം, പോളിയാൻഡ്രിക്ക് ഒരു ഉദാഹരണം നമുക്ക് ക്ലാസിക്കൽ നമ്മുടെ സ്റ്റോറികളിലൊക്കെ ഉണ്ട്. പഞ്ചപാണ്ഡവന്മാർക്ക് ഒരു ഭാര്യയാണ് ഉണ്ടായിരുന്നത്, 5 ഭർത്താക്കന്മാർക്ക് ഒരു ഭാര്യയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇവിടെ നിലവിലുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ് ആ ഹിന്ദു ക്ലാസിക്കൽ സ്റ്റോറിക്കകത്ത് ആ ഒരു കഥ പറഞ്ഞിരിക്കുന്നത് തന്നെ. പിന്നെ ഗോത്രവിഭാഗക്കാരുടെ ഇടയിലും ബഹുഭർത്തൃത്വമുള്ള ഗോത്രവിഭാഗക്കാരൊക്കെ ഉണ്ട്. ടിബറ്റൻ മേഖലകളിലും അതുപോലെ കാടുകളിൽ താമസിക്കുന്നവരുടെ ഇടയിലൊക്കെ ഇപ്പോഴും ഇത്തരത്തിൽ ഈ പോളിയാൻഡ്രി സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. ഇനി ബഹുഭർത്തൃത്വം സാമ്പത്തിക പിന്നോക്ക അവസ്ഥയുള്ള സമൂഹങ്ങളിൽ കാണപ്പെടുന്നു. ബഹുഭർത്തൃത്വം എന്ന് പറയുമ്പം ഒരു 5 ഭർത്താവും ഒരു ഭാര്യയും എന്ന് കൂട്ടുക. അപ്പോൾ ഈ 5 പേരും ജോലി ചെയ്ത് കൊണ്ടുവന്നിട്ട്
ഒരു ഭാര്യയെ നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു ഭാര്യ മാത്രമേ അവിടെ പ്രസവിക്കുന്നുള്ളൂ. അപ്പോൾ കുട്ടികളുടെ എണ്ണം കുറയും അല്ലേ. നേരെ മറിച്ച് ഓരോ ആണുങ്ങളും ഓരോ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചാൽ ഈ 5 ആണുങ്ങളും കൂടെ 5 പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചിട്ട് 5 പേർക്കും 2 കുട്ടികൾ വീതമാകുമ്പോൾ കുട്ടികളുടെ എണ്ണം എത്രയായി? 10 ആയി. നേരെ മറിച്ച് ഒരു ഭാര്യയും 5 ഭർത്താക്കന്മാരുമാണ്. ആ ഒരു സ്ത്രീ ഒരു 5 പ്രസവിക്കുന്നു എന്ന് കൂട്ടുക, അപ്പോൾ 5 ആവുന്നുള്ളൂ കുട്ടികളുടെ എണ്ണം. മറ്റേ കേസിൽ 10 ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയുള്ള സമൂഹങ്ങളിൽ, എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സൊസൈറ്റീസിൽ ആണ് സാധാരണയായിട്ട് ഈ പോളിയാൻഡ്രി അഥവാ ബഹുഭർത്തൃത്വം കാണപ്പെടുന്നത്. ഇത് ജനസംഖ്യയെ നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു. ദിസ് ഹെൽപ്സ് ടു കൺട്രോൾ ദ പോപ്പുലേഷൻ. അതുപോലെ തന്നെ പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുവാനും ഇത് സഹായിക്കും. കാരണം ഈ 5 ആണുങ്ങൾ ജോലി ചെയ്ത് ഇൻകം കൊണ്ടുവന്നിട്ട് ഒരു ഭാര്യയ്ക്കും അവരുടെ ഒരു 5 മക്കൾക്കും കൂടെ ആയിട്ടായിരിക്കും കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ദാരിദ്ര്യം കുറയ്ക്കുവാൻ പിന്നോക്ക അവസ്ഥയുള്ള സമൂഹങ്ങളിലാണ്, എക്കണോമിക് ബാക്ക്വേർഡ്നെസ് ഉള്ള സമൂഹങ്ങളിലാണ് കാണുന്നത്. ഇത് ജനസംഖ്യയെ കുറയ്ക്കുകയും അതുപോലെ പോവർട്ടി ഇല്ലാതാക്കും, ദാരിദ്ര്യം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇനി വിവാഹ നിയമങ്ങൾ. അപ്പോൾ നമ്മൾ പങ്കാളികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ വിവാഹത്തിനെ 2ആയിട്ട് തിരിക്കുന്നു. ഏകവിവാഹം, ബഹുവിവാഹം, മോണോഗമി ആൻഡ് പോളിഗമി. ഏകവിവാഹം എന്താണ് എന്ന് നമ്മൾ വിശദീകരിച്ചു. ബഹുവിവാഹത്തിന് വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും, പോളി ഗൈനി ആൻഡ് പോളി ആൻഡ്രി, അതെന്താണെന്നും നമ്മൾ വിവരിച്ചു. ഇനി അടുത്തത് വിവാഹ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവാഹം 2 തരമാണ്. ആർക്കാരെ വിവാഹം കഴിക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹം 2 തരം ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഈ തരത്തിലല്ലാതെ തന്നെ ചോദിക്കാം, വിവാഹ നിയമങ്ങൾ ഏതെല്ലാം എന്നും ചോദിക്കാം. അപ്പോൾ എന്തെഴുതാം? വിവാഹ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ എന്തെഴുതാം? വിവാഹം കഴിക്കുന്നതിന് ചില പ്രത്യേക നിയമങ്ങളുണ്ട്. എങ്ങനെ പങ്കാളി എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നതിന് നിയമമുണ്ട്. വിവാഹ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ 2 തരം വിവാഹമാണുള്ളത്. സ്വഗണ വിവാഹവും ബഹിർഗണ വിവാഹവും. എൻഡോഗമി ആൻഡ് എക്സോഗമി. എൻഡോ മീൻസ് ഇൻ, വിത്തിൻ. എക്സോ മീൻസ് ഔട്ട്സൈഡ്. മനസ്സിലായല്ലോ? ഇംഗ്ലീഷുകാർ ശ്രദ്ധിക്കുക. എൻഡോ മീൻസ് ഇൻസൈഡ്, ഗമി മീൻസ് ഫ്യൂഷൻ, എക്സോ മീൻസ് ഔട്ട്സൈഡ്, എക്സ്റ്റേണൽ എന്നുള്ളതാണ് ഔട്ട്സൈഡ്. ഓക്കെ. അപ്പോൾ മലയാളത്തിൽ അത് സ്വഗണം, സ്വന്തം ഗണത്തിനകത്ത്. ബഹിർഗണം, സ്വന്തം ഗണത്തിന് പുറത്ത്. ബഹിർ, അങ്ങനെയാണ് ആ പദം വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സ്വന്തം ഗണത്തിൽ നിന്നും പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന വിവാഹ നിയമമാണ് സ്വഗണ വിവാഹം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജാതി വ്യവസ്ഥയിൽ സ്വന്തം ഗണത്തിനകത്ത് നിന്ന് മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ജാതി സ്വഗണ വിവാഹത്തിന് അനുകൂലിക്കുന്ന ഒരു സാമൂഹ്യ സ്ഥാപനമാണ്. സ്വന്തം ഗണത്തിൽ നിന്നും പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന വിവാഹ നിയമമാണ് എന്ത്? സ്വഗണ വിവാഹം എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ബേസ്ഡ് ഓൺ ദ റൂൾസ് ഓഫ് മാരേജ്, based on rules of marriage, there are 2 types of marriage, endogamy and exogamy. And usually mate selection is done by parents or your relatives, or sometimes you by yourself അല്ലേ. ചിലപ്പോൾ രക്ഷിതാക്കൾ പങ്കാളിയെ കണ്ടെത്തും, അല്ലെങ്കിൽ ബന്ധുക്കൾ കണ്ടെത്തും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടായിരിക്കും പങ്കാളികളെ കണ്ടെത്തുന്നത്. There are a few rules when we select our mates എന്ന് പറഞ്ഞാൽ പങ്കാളി. And there are 2 types of rules of marriage, endogamy and exogamy. One should marry within one's own group, and that is endogamy. Within one's own group, സ്വന്തം ഗണത്തിൽ നിന്നും പങ്കാളി തിരഞ്ഞെടുക്കുന്നു. Example is caste. Then സ്വന്തം ഗണത്തിന് പുറത്തു നിന്നും വിവാഹ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന വിവാഹ നിയമമാണ് ബഹിർഗണ വിവാഹം. ബഹിർ, വെളിയിൽ. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ചില കുലങ്ങളുണ്ട്. അതായത് കുലത്തിലുള്ളവരെല്ലാം ബ്ലഡ് റിലേറ്റീവ്സ് ആണ്, രക്തബന്ധമുള്ളവരാണ്. അതുകൊണ്ട് കുലത്തിൽ നിന്നും വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതുപോലെ ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു വില്ലേജിനകത്തുള്ളവർ മിക്കവാറും റിലേറ്റീവ്സ് ആയിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിനകത്ത് നിന്നും വിവാഹം കഴിക്കാൻ പാടില്ല എന്നും നിഷ്കർഷിക്കുന്നു. അപ്പോൾ കുലം ഗ്രാമം ഒന്നാണെങ്കിൽ വിവാഹം പാടില്ല, അതായത് സ്വന്തം ഗണത്തിൽ നിന്നും വിവാഹം അനുവദിക്കുന്നില്ല, പുറത്തു പോയിട്ട് വിവാഹം കഴിക്കണം. അതാണ് എന്ത്? ബഹിർഗണ വിവാഹം എന്ന് പറയുന്നത്. One can choose mate outside one's own group only, and this rule can be seen in
വില്ലേജസ്, സംടൈംസ് ഗോത്രാസ്. ഈ ഗോത്രവർഗ്ഗക്കാരുടെ ഗോത്രങ്ങളിലും ഒരു ഗോത്രത്തിനകത്ത് നിന്നും ചിലപ്പോൾ വിവാഹം കഴിക്കില്ല. ചില ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഗോത്രത്തിനകത്ത് നിന്ന് കഴിക്കുന്നവരും ഉണ്ട്. അതുപോലെ ഒരു കുലത്തിൽപ്പെട്ടവർ, ഒരു ക്ലാനിൽപ്പെട്ടവർ, ഒരു വില്ലേജിൽപ്പെട്ടവർ, ഒരു ഗോത്രത്തിൽപ്പെട്ടവരൊക്കെ രക്തബന്ധമുള്ളവരെന്നുള്ള ആ ഒരു ചിന്തയിലാണ് എക്സോഗമി ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബഹിർഗണ വിവാഹം ഫോളോ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി ഗ്രാമ ബഹിർഗണ വിവാഹം, ദാറ്റ് ഈസ് വില്ലേജ് എക്സോഗമി, വടക്കേ ഇന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികളെ ദൂരെ വില്ലേജ് കല്യാണം കഴിച്ചു വിടും. എല്ലാം കൊടുത്ത് വീട്ടു സാധനങ്ങളും ഒക്കെ ആയി സന്തോഷമായിട്ട് 3-4 ദിവസത്തെ ഫംഗ്ഷനും ഒക്കെ വച്ചിട്ട് കെട്ടിച്ച് വിടും. എന്നിട്ട് പിന്നെ ബന്ധുക്കൾ ആരും അങ്ങോട്ട് പോകില്ല. കുറേ നാളത്തേക്ക് ബന്ധുക്കളൊന്നും പോകില്ല. ദൂരെ വിടുന്നതിൻ്റെ ലക്ഷ്യവും അതുപോലെ തന്നെയാണ്. അടുത്തൊന്നും ഈ മകളെ, കെട്ടിച്ചു വിട്ട മകളെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ കാണാൻ പോകണ്ട. അതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്. പെൺകുട്ടിയോട് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല. പെൺകുട്ടി ഇനിയുള്ള കാലം താമസിക്കേണ്ടത് പുതിയ വരൻ്റെ വീട്ടിലാണെന്നും അപ്പോൾ ആ വീട്ടുകാരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ചെന്ന് കാണുമ്പോൾ പെൺകുട്ടിക്ക് സങ്കടം ഉണ്ടാകും, അല്ലേ? അപ്പോൾ ചെന്നിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു ശല്യം ഉണ്ടാക്കണ്ട, പെൺകുട്ടിയുടെ മനസ്സിലൊരു വേദന ഉണ്ടാക്കണ്ട, കുറേ നാൾ ഒന്നിച്ച് കാണാതിരിക്കുമ്പോൾ പെട്ടെന്ന് ആ വേദന മാറും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും വില്ലേജ് എക്സോഗമി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ദൂരെ കല്യാണം കഴിച്ച് വിടുമ്പോൾ പെൺമക്കൾക്ക് വേദനാജനകമായൊരു വേർപാടാണ്, പെട്ടെന്നുള്ള ഒരു വേർപാട് അവരെ വലിയ മാനസിക രീതിയിൽ തളർത്തുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ aim of this village exogamy is to reduce the interference of girl's parents in her life and to reduce adjustment problems of the girl. But this is creating parting issues എന്ന് പറഞ്ഞാൽ എന്താണ്? വേർപിരിയൽ, വേദനാജനകമായ വേർപിരിയൽ. ടു ഹൂം? പാർട്ടിംഗ് ഇഷ്യൂസ് ടു ദ ബ്രൈഡ്. മനസ്സിലായല്ലോ? ഇനി അപ്പം നമ്മൾ എന്തെല്ലാം പഠിച്ചു? നമ്മൾ വിവാഹം, ഏകവിവാഹം, ബഹുവിവാഹം, ബഹുവിവാഹം 2 തരം, പോളിഗൈനി ആൻഡ് പോളിയാൻഡ്രി, ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും, അതിൻ്റെ ഉദാഹരണങ്ങൾ പഠിച്ചു, അല്ലേ? പിന്നെ നമ്മൾ വിവാഹ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 എൻഡോഗമി, എക്സോഗമി അഥവാ സ്വഗണ വിവാഹം, ബഹിർഗണ വിവാഹം, അതും വിത്ത് എക്സാമ്പിൾ നിർവചനങ്ങളെല്ലാം പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു കുടുംബം വിവാഹം എന്നതിൻ്റെ ഒരു അവസാന ഭാഗമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കുടുംബത്തിൻ്റെ നിർവചനം, ബന്ധുത്വത്തിൻ്റെ നിർവചനം, വിവാഹത്തിൻ്റെ നിർവചനം, ഇത് 6 മാർക്കിനൊക്കെ ചോദിക്കാം. കുടുംബം, ബന്ധുത്വം, വിവാഹം നിർവചിക്കുക എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ ഈ ഒരു പേജ് ഫുള്ളാണ് അതിന് എഴുതാനുള്ളത്. 6 മാർക്ക് ചോദ്യമായിരിക്കും. അതുപോലെ വിവാഹത്തിൻ്റെ തരങ്ങൾ 2 തരവും ചോദിക്കാം. അല്ലെങ്കിൽ പങ്കാളികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹം എത്രയായിട്ട് തിരിക്കുന്നു, അതും അല്ലെങ്കിൽ വിവാഹ നിയമങ്ങൾ ഏതെല്ലാം, അങ്ങനെയും ഒക്കെ സെപ്പറേറ്റ് 6 മാർക്കിനും ചോദിക്കാം. ചെറിയ മാർക്കുകൾക്കൊക്കെ ചോദിക്കാം. അനുക്രമ ഏകവിവാഹവും ഒക്കെ ചെറിയ മാർക്കിന് ചോദിക്കുവാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നിർവചനത്തിലേക്ക് പോകാം. ഇത് കുടുംബത്തിൻ്റെ നിർവചനമൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട, എങ്കിലും ഇതുപോലെ കാണാതെ പഠിക്കുക കേട്ടോ. കുടുംബം എന്നാൽ എന്താണ്? നേരിട്ട് രക്തബന്ധമുള്ള വ്യക്തികളുടെ ഗണം എന്നാണ് പറയുന്നത്. നേരിട്ട് രക്തബന്ധമുള്ള വ്യക്തികളുടെ ഗണമാണ്. അവിടെ രക്തബന്ധമില്ലാത്ത ഒരാളുണ്ട്. ആരാണ്? ഭാര്യമാരല്ലെങ്കിൽ അമ്മമാരവിടെ രക്തബന്ധം ഇല്ലാത്ത ആയിരിക്കും. അച്ഛനും മക്കളും രക്തബന്ധമുണ്ട്, അമ്മയും മക്കളും രക്തബന്ധമുണ്ട്. പക്ഷെ രക്തബന്ധം ഇല്ലാത്ത ഒരാളും ഉണ്ട്. എങ്കിൽ പോലും നമ്മുടെ നിർവചനം തന്നിരിക്കുന്നത് നേരിട്ട് രക്തബന്ധമുള്ള വ്യക്തികളുടെ ഗണമാണ് കുടുംബം. കുടുംബത്തിൻ്റെ ധർമ്മം കുട്ടികളെ പരിപാലിക്കൽ എന്നുള്ളതാണ്. കുട്ടികളെ സംരക്ഷിക്കുക, സമൂഹത്തിന് വേണ്ടി പുതിയ തലമുറയെ പരിപാലിക്കുക, അവർക്ക് ആഹാരം കൊടുത്ത്, അവർക്ക് സുരക്ഷ കൊടുത്ത്, അവരെ ആരും ഉപദ്രവിക്കാതെ അവരെ പഠിപ്പിച്ച് വലുതാക്കി സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുക എന്നുള്ള ഒരു വലിയ ധർമ്മമാണ് ആർക്കുള്ളത്? കുടുംബത്തിനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാം വലുതായിട്ട് കുടുംബിനികളാകുമ്പോൾ അല്ലെങ്കിൽ കുടുംബനാഥന്മാരാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കുടുംബം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾക്ക് മാത്രമല്ല, മറിച്ച് സമൂഹത്തിന് വേണ്ടി പുതിയ തലമുറകളെ പരിപാലിക്കുവാൻ വേണ്ടി, നല്ല പുതിയ തലമുറകളെ പരിപാലിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയാണ് സമൂഹം കുടുംബം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ സ്ഥാപനത്തിനെ വളർത്തിക്കൊണ്ട് വരുന്നത്. ഇനി രണ്ടാമത്തത് ബന്ധുത്വം അഥവാ
കിൻഷിപ്പ്, KINSHIP, കിൻഷിപ്പ്. ഇവിടെ ഇംഗ്ലീഷിൽ എഴുതാൻ വിട്ടുപോയി. ബന്ധുത്വത്തിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? കിൻഷിപ്പ്. ഇതാ ഇവിടെ കിടപ്പുണ്ട്, കിൻഷിപ്പ്, KINSHIP. ബന്ധുത്വം വ്യക്തികൾ തമ്മിൽ സ്ഥാപിക്കുന്ന ബന്ധമാണ് ബന്ധുത്വം. വ്യക്തികൾ തമ്മിൽ സ്ഥാപിക്കുന്ന ബന്ധത്തിന് എന്തു പറയുന്നു? ബന്ധുത്വം എന്ന് പറയുന്നു. കിൻഷിപ്പ് ആർ കണക്ഷൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. ഇനി അതെങ്ങനെയാണെന്ന് നമുക്ക് താഴേക്ക് പറയും. ഇൻഡിവിജ്വൽസ് എസ്റ്റാബ്ലിഷ് ത്രൂ മാരേജ്, വിവാഹം വഴി, ഓർ ത്രൂ ദ ലൈൻസ് ഓഫ് ഡിസെൻറ്റ് ദാറ്റ് കണക്ട് ബ്ലഡ് റിലേറ്റീവ്സ്. ത്രൂ മാരേജ് ഓർ ത്രൂ ബ്ലഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. Okay, so kinship are connections between individuals established through marriage or through blood relationship. അപ്പോൾ ബന്ധുത്വം വ്യക്തികൾ തമ്മിൽ സ്ഥാപിക്കുന്ന ബന്ധമാണ്. ഉദാഹരണത്തിന് അച്ഛൻ, അമ്മ, മക്കൾ, സഹോദരങ്ങൾ, ഭാര്യ, ഭർത്താവ് ഒക്കെ എന്താണ്? ബന്ധുത്വത്തിനകത്ത് വരുന്നു. അപ്പോൾ കുടുംബമായി, ബന്ധുത്വമായി. ഇനി നമ്മൾ വിവാഹം എന്താണെന്ന് നോക്കാം. പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ തമ്മിൽ സാമൂഹിക അംഗീകാരത്തോടെ ഉള്ള ലൈംഗികപരമായ ഒത്തുചേരലാണ് വിവാഹം എന്ന് പറയുന്നത്. സമൂഹം അംഗീകരിക്കുന്ന പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികളുടെ ഒത്തുചേരലാണ് എന്ത്? വിവാഹം എന്ന് പറയുന്നത്. സമൂഹത്തിൻ്റെ പെർമിഷനോടുകൂടി രണ്ട് വ്യക്തികൾ ഒത്തുചേർന്ന് കുട്ടികളെ പരിപാലിക്കൽ എന്ന ധർമ്മം നിർവഹിക്കുവാനും ലൈംഗികപരമായിട്ടുള്ള ധർമ്മങ്ങൾ നിർവഹിക്കുവാനും ഒന്നിച്ച് താമസിക്കുന്നു. അതാണ് എന്ത്? വിവാഹം എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം കാണാതെ പഠിക്കണം കേട്ടോ. കുടുംബം എന്ത്, ബന്ധുത്വം എന്ത്, വിവാഹം എന്ത് എന്നുള്ളത്. ഇനി വിവാഹം വഴിയും രക്തബന്ധം വഴിയും ബന്ധുത്വം ഉണ്ടാകുന്നു. വിവാഹം വഴിയും രക്തബന്ധം വഴിയും എന്തുണ്ടാകുന്നു? കിൻഷിപ്പ് ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ കിൻഷിപ്പിൻ്റെ ഇംഗ്ലീഷ് ഡെഫിനിഷൻ പറഞ്ഞു കിൻഷിപ്പ് ആർ കണക്ഷൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് എസ്റ്റാബ്ലിഷ് ത്രൂ മാരേജ് ആൻഡ് ത്രൂ ബ്ലഡ് റിലേഷൻഷിപ്പ്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, വിവാഹം വഴി രക്തബന്ധം വഴിയും ബന്ധുത്വം ഉണ്ടാകുന്നു. ബന്ധുത്വം രണ്ട് തരമാണ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് കിൻഷിപ്പ്. അഫിനൽ കിൻഷിപ്പ്, വൈവാഹിക ബന്ധുത്വം, സഗോത്ര ബന്ധുത്വം, കൺസാങ്ഗ്വീനസ് കിൻഷിപ്പ്. അഫിനൽ കിൻഷിപ്പ് ആൻഡ് കൺസാങ്ഗ്വീനസ് കിൻഷിപ്പ്, മലയാളത്തിൽ വൈവാഹിക ബന്ധുത്വവും സഗോത്ര ബന്ധുത്വവും. ഈ ടേമിനകത്ത് തന്നെയുണ്ട് വിവാഹം വഴിയുള്ള ബന്ധുത്വം, വൈവാഹിക ബന്ധുത്വം. രക്തബന്ധം വഴിയുള്ള ബന്ധുത്വം സ്വന്തം ഗോത്രം. രക്തബന്ധം വഴിയുള്ള ബന്ധുത്വം എന്താണ്? സഗോത്ര ബന്ധുത്വം. ഗോത്രക്കാർ ഒരേ രക്തത്തിലുള്ളവരെന്ന് പറയുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ സഗോത്രം എന്ന് പറയുമ്പം രക്തബന്ധം, വൈവാഹികം എന്നാൽ വിവാഹം വഴിയുള്ള ബന്ധുത്വം. വൈവാഹിക ബന്ധുത്വം എന്താന്ന് നോക്കാം. ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും? വൈവാഹിക ബന്ധുത്വം അഫിനിയൽ കിൻഷിപ്പ്. വൈവാഹിക ബന്ധു അഫിനിയൽ കിന്നാണ്. കിൻ ഹു ആർ റിലേറ്റഡ് ത്രൂ മാരേജ്, വിവാഹം വഴി ഉള്ള റിലേഷൻഷിപ്പ്. വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധുത്വം ആണ് എന്ത്? വൈവാഹിക ബന്ധുത്വം. ഉദാഹരണം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളുടെ അച്ഛനും അമ്മയും അല്ലേ, അവർ ഭാര്യയും ഭർത്താവുമാണ്. രക്തബന്ധമൊന്നുമില്ല. മരുമകളും അമ്മാവിയമ്മയും രക്തബന്ധം ഉണ്ടോ? ഇല്ല. മരുമകൾക്ക് അമ്മായിയമ്മയെ കിട്ടിയത് എങ്ങനെയാണ്? ഭർത്താവിൻ്റെ അമ്മ ആയതുകൊണ്ട് വിവാഹത്തിലൂടെയാണ് മരുമകൾക്ക് അമ്മായിയമ്മയെ കിട്ടിയിരിക്കുന്നത്. പിന്നെ കൂടുതൽ ഇനി എഴുതാം. മരുമകൻ, അമ്മായി അച്ഛൻ, ഓക്കെ, നാത്തൂനും ഒക്കെ ആ ബന്ധങ്ങൾ കിട്ടിയത് എങ്ങനെയാണ്? വിവാഹത്തിലൂടെയാണ്. അപ്പോൾ വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധുത്വമാണ് വൈവാഹിക ബന്ധുത്വം. ഉദാഹരണം ഭർത്താവ് ഭാര്യ, മരുമകൾ അമ്മാവിയമ്മ. ഈ ഭർത്താവ് എഴുതിയിട്ടൊരു വരയിട്ടിട്ട് വേണം ഭാര്യ എഴുതാൻ കേട്ടോ. ഭർത്താവ് ഒരു ലൈൻ ഇടുക, ഭാര്യ. മനസ്സിലായല്ലോ? അപ്പോൾ അഫിനിയൽ കിൻ, ദ കിൻ ഹു ആർ റിലേറ്റഡ് ത്രൂ മാരേജ്. എക്സാമ്പിൾ ഹസ്ബൻഡ് വൈഫ്, ഫാദർ ഇൻ ലാ, സൺ ഇൻ ലാ, ഡോട്ടർ ഇൻ ലാ ആൻഡ് മദർ ഇൻ ലാ. അടുത്ത സഗോത്ര ബന്ധുത്വം. സഗോത്ര ബന്ധുത്വം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സഗോത്രം ഞാൻ പറഞ്ഞു, ഗോത്രക്കാർക്ക് രക്തബന്ധം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവരുടെ ഗണത്തിൽ നിന്ന് വിവാഹം കഴിക്കാതെ ഉള്ള ഗോത്രങ്ങളുണ്ട്. അപ്പോൾ അത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത് രക്തബന്ധമുള്ളവരുടെ ബന്ധുത്വമാണ്. രക്തബന്ധം വഴി ഉണ്ടാകുന്ന ബന്ധുത്വമാണിത്, സഗോത്ര ബന്ധുത്വം. കൺസാങ്ഗ്വീനിയൽ കിൻ എന്ന് പറയുന്നു. ദ കിൻ ഹു ആർ റിലേറ്റഡ് ത്രൂ ബ്ലഡ്. ഉദാഹരണം ഒന്ന് നോക്കിക്കേ. അച്ഛനും മോനും, സഹോദരനും സഹോദരിയും, അമ്മയും മോളും ഒക്കെ എന്താണ് കൺസാങ്ഗ്വീനിയൽ കിൻ അഥവാ സഗോത്ര ബന്ധുത്വമാണ്. ഇനി നാം ജനിക്കുന്ന കുടുംബത്തിനെ സോഷ്യോളജിയിൽ ദിശാകുടുംബം എന്ന് പറയുന്നു.
നാം ജനിച്ചു വീഴുന്ന ഫാമിലി ഓഫ് ബർത്ത് ഈസ് നോൺ ആസ് ഫാമിലി ഓഫ് ഓറിയന്റേഷൻ. ജനിച്ച കുടുംബം, ദിശാകുടുംബം. നമുക്ക് ജീവിതത്തിൽ ഒരു ദിശ നൽകുന്നു, അതാണ് ജനിച്ച കുടുംബം, ദിശാകുടുംബം. നമ്മളെ പഠിപ്പിക്കുന്നു, വലുതാക്കുന്നു, നല്ലവരാക്കുന്നു, സാമൂഹ്യ സുരക്ഷ നൽകുന്നു, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിശ കണ്ടെത്തുന്നു എന്നൊരു ക്ലൂ ഓർത്ത് വയ്ക്കുക. അതാണ് എന്ത്? ജനിച്ച കുടുംബം, അത് ദിശാകുടുംബം. ഇനി വിവാഹം ചെയ്ത് രൂപീകരിക്കുന്ന കുടുംബം. ഇപ്പം നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് ദിശാകുടുംബം മാത്രമേ ഉള്ളൂ, അല്ലേ? നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല, അപ്പം നിങ്ങൾക്ക് ഒരു കുടുംബമേ ഉള്ളൂ, ദിശാകുടുംബം. എന്നാൽ നിങ്ങളുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഉമ്മയ്ക്ക് ദിശാകുടുംബവും ഉണ്ട്. അതുപോലെ തന്നെ വിവാഹം ചെയ്തിട്ടുള്ളത് കൊണ്ട് പുനരുൽപാദന കുടുംബവും ഉണ്ട്. ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ എന്ന് പറയുന്നു. പ്രൊക്രിയേഷൻ മീൻസ് റീപ്രൊഡക്ഷൻ. അപ്പോൾ റീപ്രൊഡക്ഷന് വേണ്ടി ഉണ്ടാക്കിയ കുടുംബം, വിവാഹം ചെയ്ത് രൂപീകരിക്കുന്ന കുടുംബമാണ് ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ. ഫാമിലി ടു വിച്ച് എ പേഴ്സൺ ഈസ് മാരീഡ് ഈസ് ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ. വിവാഹം ചെയ്ത് രൂപീകരിക്കുന്ന കുടുംബമാണ് പുനരുൽപാദന കുടുംബം എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്.